രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നതോടെ കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലെ വോട്ടർ പട്ടിക സംബന്ധിച്ച എല്ലാ സാങ്കേതിക രേഖകളും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറണമെന്ന നിർദ്ദേശമാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരിക്കുന്നത്. ഡിവൈസുകൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ലോഗ്, OTP ട്രെയിലുകൾ ഇവ ഒരാഴ്ചയ്ക്കുള്ളിൽ CIDക്ക് കൈമാറാനാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് തയ്യാറായില്ലെങ്കിൽ ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന ശക്തിക്കൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തുറന്നു കാട്ടുമെന്നാണ് കർണാടക മുഖ്യന്റെ വിരട്ട്. വോട്ട് കൊള്ള എന്ന കേന്ദ്രീകൃത പരിപാടിയിലൂടെ എങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണെന്നും സിദ്ധരാമയ്യ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കലബുറഗിയിലെ ആലന്ത് കേസ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാനും പൗരന്മാരുടെ വോട്ടവകാശം നിഷേധിക്കാനുമുള്ള ഒരു വലിയ ഗൂഢാലോചനയിലേക്കുള്ള ഒരു ഭാഗം മാത്രമാണ്. ഓരോ ബൂത്തിലും ആദ്യത്തെ വോട്ടറെ അനുകരിക്കാൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വ്യാജ നമ്പറുകൾ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത് നടന്നിരിക്കുന്നത്. മഹാരാഷ്ട്ര, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും നേരത്തെ ബംഗളൂരു സെൻട്രലിലെ മഹാദേവപുര മണ്ഡലത്തിലും സമാനമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ പുറത്തു വന്നിരിക്കുന്നുവെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ അലന്തിൽ വൻതോതിൽ വോട്ട് വെട്ടിയതായി അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ DK ശിവകുമാറും അലന്ത് മണ്ഡലത്തിലെ വോട്ട് വെട്ടിക്കുറയ്ക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്ന ആരോപണം ഉയർത്തുകയുണ്ടായി. 2022 ഫെബ്രുവരി മുതൽ 2023 ഫെബ്രുവരി വരെ ഏതാണ്ട് 6018 അപേക്ഷകളാണ് വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇതിൽ 24 എണ്ണം മാത്രമേ യഥാർത്ഥ അപേക്ഷകൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവ ഒക്കെയോ വ്യാജമായി സമർപ്പിക്കപ്പെട്ടവ തന്നെ ആയിരുന്നു എന്നതാണ് ഇന്നലെ നടത്തിയ രാഹുലിന്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ പദ്ധതി എവിടെ നിന്നാണ് നടത്തിയതെന്നും ആരാണ് ഇതിന് പിന്നിലെന്നും അറിയാൻ കർണാടക CID 18 മാസത്തോളമായി 18 അപേക്ഷകൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടും ഒരനക്കവും ഉണ്ടായില്ല. അലന്ത് ശരിക്കും മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണോ എന്ന സംശയമാണ് പരക്കെ ഉയരുന്നത്. എന്തായാലും ഉത്തരവാദിത്തം ഉറപ്പാക്കപ്പെടുകയും ജനാധിപത്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് വരെ വോട്ട് മോഷണത്തിനെതിരായ പോരാട്ടം തുടരാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സിദ്ധരാമയ്യ. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വല്ലാത്തൊരു പെടലാണ് പെട്ടിരിക്കുന്നത്. ആരോപണങ്ങളൊക്കെ നിഷേധിക്കുമ്പോഴും കമ്മീഷന്റെ നെഞ്ചിട് പേറിയിട്ടുണ്ട്. വരും ദിനങ്ങളിൽ എന്തായാലും രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വോട്ട് കൊള്ള ഫാക്ടറിയുടെ കൂടുതൽ വിവരങ്ങൾ തന്നെയാകും മറ നീക്കി പുറത്തുവരിക.